ഇന്ന് നമുക്കൊരു ബീഫ് കറിൻ്റെ റെസിപ്പി നോക്കിയാലോ? സിമ്പിളാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റിയുമാണ്. ഒരു കുക്കർ എടുത്ത് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 2-3 സവാള, നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് സവാള ഇട്ട് നന്നായി ഇളക്കുക. കുറച്ച് ഉപ്പും ചേർക്കാം കേട്ടോ. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. അത് നന്നായി വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ വലിയ ജീരകം, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കും. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുമ്പോൾ അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം വന്നു തുടങ്ങും. നല്ലോണം വഴന്ന് വരുമ്പോൾ നമുക്കതിലോട്ട് നമ്മൾ കഴുകി വാര വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ബീഫ് നന്നായി കഴുകി അതിൻ്റെ വെള്ളം പോകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബീഫ് ഇതിലോട്ടിട്ടിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുക്കർ ഒന്ന് വിസിലൂരിയിട്ട് അടച്ചു വെക്കുക. കുക്കറിൽ നിന്ന് ആവി പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓൾറെഡി വെള്ളം വന്നിട്ടുണ്ടാവും. പിന്നെ നമുക്ക് എത്ര വെള്ളം വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കുറച്ച് മല്ലിയില ഇട്ടിട്ട് ഒരു 5-6 വിസിൽ വരുന്ന വരെ, എത്രയാണോ ബീഫിൻ്റെ വേവ് അതിനനുസരിച്ചിട്ട് വേവിച്ചെടുക്കുക. വെള്ളം അധികം ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഒഴിച്ചാൽ മതി. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാൽ മതി. അതാവുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാവും. കുക്കറിൻ്റെ ആവി പോയതിന് ശേഷം തുറന്ന് നോക്കിയാൽ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി റെഡി ആയിട്ടുണ്ടാവും. പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയും കേട്ടോ.